ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അൺകണ്ടീഷണൽ ലവ് എനർജിയാണ്, മദർ മേരി എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവ്, നമ്മളെല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നിങ്ങൾ വളരെ സ്നേഹവും കാരുണ്യവും ഒക്കെ നിലനിർത്തുക. എനിക്ക് മദർ മേരി എനർജിയാണ്. അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ട് അത് സ്നേഹനിധിയായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ അൺകണ്ടീഷണൽ ലവിന് ഒരു ബൗണ്ടറീസ് ഒന്നുമില്ല, ഒരു അതിർവരമ്പുകൾ അതിർരേഖയൊന്നുമില്ല. ഈ ഒരു എനർജിയാണ് ഈ ലോകത്തിൻ്റെ തന്നെ നമ്മൾ പ്രണയവും അല്ലെങ്കിൽ സ്നേഹമാണ് എല്ലാത്തിലും വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തൊക്കെ സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് സ്നേഹിക്കാതിരിക്കുക, അതേപോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളോടൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക. ഈ ഒരു ലോകം തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് പ്രണയത്തിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് യു ആർ ഫീലിംഗ് ലാക്ക് ഓഫ് ലവ്. നിങ്ങൾ പ്രണയം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സങ്കടമായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ അൺകണ്ടീഷണൽ ലവ് ആണ് വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏത് സിറ്റുവേഷനിലും ഡു വാട്ട് എവർ ടു കണക്ട് വിത്ത് ദിസ് അബണ്ടൻറ്റ് എനർജി. അതേപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ പലരിലും പല സ്വഭാവങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ പല സ്വഭാവങ്ങളും ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് എന്ന് പറയുന്നത് നിങ്ങളോടും. അതായത് നമ്മളെ തന്നെ പല ആളുകൾക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് അവനവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി ടു ലവ് യുവർ സെൽഫ് വിത്തൗട്ട് കണ്ടീഷൻസ്. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്നാലും നമ്മളെ സ്നേഹിക്കുക. ഇറ്റ്സ് ടൈം ടു ബി കൈൻഡ്, കമ്പാഷനേറ്റ്. നിങ്ങളോട് തന്നെ നിങ്ങൾ കാരുണ്യവും സ്നേഹവും ദയയും കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം വരിക. നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ സെറ്റ് യുവർ സെൽഫ് ഫ്രീ. നിങ്ങൾ ഫ്രീ ആക്കി വിടുക വിത്ത് അൺകണ്ടീഷണൽ ലവ്. ലവ് ഈസ് ദ ആൻസർ ആൻഡ് ദാറ്റ് ഈസ് ദ ഹീലിംഗ്. അതിനത്രയും ഹീലിംഗ് പവർ ഉണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക.